ഹലോ എവരി വൺ. എയർ ഇൻഡക്ഷൻ ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ സൂപ്പർ ചാർജർ, ടെർബോ ചാർജർ, എയർ ക്ലീനർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ആണ് മഫ്ലർ അഥവാ സൈലൻസർ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സൈലൻസർ ആണ് ഇന്ന് വെഹിക്കിൾസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള മെക്കാനിസം ആണ് സൗണ്ട് റിഡക്ഷൻ, നോയ്സ് റിഡക്ഷന് വേണ്ടി, സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെഹിക്കിൾസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഫ്ലർ. Muffler is normally located under the body of the vehicle and attached to the body or chassis with flexible mountings. മഫ്ലർ എന്ന് പറയുന്നത് ബോഡിക്ക് അടിയിലായിട്ട്, വെഹിക്കിളിന്റെ ബോഡിക്ക് അടിയിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ഫ്ലെക്സിബിൾ മൗണ്ടിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്ലെക്സിബിൾ മൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ഈ മൗണ്ടിങ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്കത് മൂവബിൾ ആയിരിക്കും. ഇങ്ങനെ മൂവബിൾ ആയിട്ട് മഫ്ലർ ഫിക്സ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഈ എക്സോസ്റ്റ് ഗ്യാസ് വരുന്ന ആ ഭാഗത്തിന് വേവ്സ് എന്ന് പറഞ്ഞ തരംഗങ്ങളുടെ സഞ്ചാരം മൂലം ജെർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജെർക്കിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഇൻ കേസ് ജെർക്കിങ് വരുവാണെങ്കിൽ തന്നെ അതിന് മറ്റു പാർട്ടുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൗണ്ടിങ്സ് മഫ്ലറിന് കൊടുത്തിട്ടുള്ളത്. In some trucks in which exhaust gases are directly upward, the muffler is mounted at the rear end of the cab and surrounded with a guard to prevent accidental touching. ചില ട്രക്കുകളിൽ, നമുക്ക് ചില ട്രക്കുകൾ അല്ലെങ്കിൽ ട്രാക്ടറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, ട്രാക്ടറിന്റെ മുന്നിലായിട്ടാണ് എക്സോസ്റ്റിന്റെ പൈപ്പ് ഉള്ളത്. ഇങ്ങനെ മുന്നിൽ വളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും എക്സോസ്റ്റ് പൈപ്പ്. അല്ലെങ്കിൽ ചില ട്രക്കുകൾക്ക് ക്യാബിന്റെ ബാക്കിലായിട്ട്, ഇപ്പൊ ക്യാബ് എന്ന് പറയുന്നത് ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു ഭാഗം, ബാക്കിലുള്ളത് ലോഡുള്ള ഭാഗമാണ്. ഈ ക്യാബ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തിന്റെ ബാക്കിലായിട്ട് എക്സോസ്റ്റ് ഗ്യാസ് പോകാനുള്ള ഒരു ഭാഗം, ട്രാക്ടർ പോലെ തന്നെ ഒരു ബെൻഡഡ് ഹോസ് കൊടുത്തിട്ടുണ്ടാകും. ആ ഹോസിലൂടെയും എക്സോസ്റ്റ് പോകലുണ്ട്. ഇങ്ങനെ എക്സോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു കവറിങ് കൂടി, ഇപ്പൊ ആക്സിഡന്റൽ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അതിൽ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ കൈ പൊള്ളാതിരിക്കാനും അല്ലെങ്കിൽ ബോഡി പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചില ട്രക്കുകളിൽ നമുക്കിത് ക്യാബിന്റെ ബാക്കിലായിട്ടും എക്സോസ്റ്റ് പൈപ്പ് കാണാൻ പറ്റും. ദ മഫ്ലർ റെഡ്യൂസ് ദ എഞ്ചിൻ എക്സോസ്റ്റ് നോയ്സ്. മഫ്ലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ എക്സോസ്റ്റ് നോയ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. It is a large cylindrical shaped container fitted with the passages and chambers that absorbs and dampen the noise of the exhaust gas. ഇത് ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് ഉള്ള ഒരു കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നർ അതിൽ കുറച്ച് ചേമ്പേഴ്സ് ഉണ്ടാകും, കുറച്ച് പാസേജസ് ഉണ്ടാകും. ഇത് സൗണ്ട് റിഡക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ടൈപ്പ് കണ്ടെയ്നറെയാണ് മഫ്ലർ എന്ന് പറയുന്നത് അഥവാ സൈലൻസർ എന്ന് പറയുന്നത്. Often a small or pre-muffler is fitted in the exhaust system between the manifold and main muffler. മെയിൻ മഫ്ലറിന്റെയും നമ്മൾ കാണുന്ന മെയിൻ സൈലൻസറിന്റെയും അതേപോലെ എക്സോസ്റ്റ് മാനിഫോൾഡിന്റെയും ഇടയിലായിട്ട് ചെറിയൊരു മഫ്ലറും കൂടി കൊടുക്കും. അതിന് പറയുന്ന പേരാണ് പ്രീ മഫ്ലർ അല്ലെങ്കിൽ സ്മാൾ മഫ്ലർ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എക്സോസ്റ്റ് മാനിഫോൾഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രീ മഫ്ലർ ഉണ്ട്. പ്രീ മഫ്ലർ കഴിഞ്ഞിട്ടാണ് മെയിൻ മഫ്ലറിലേക്ക് എത്തുന്നത്. ഇതൊക്കെ സൗണ്ട് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്രീ മഫ്ലർ ഉപയോഗിച്ചില്ല എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. മെയിൻ മഫ്ലർ മാത്രം ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സൗണ്ട് പ്രീ മഫ്ലർ കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ ടൈപ്പ് ഓഫ് മഫ്ലേഴ്സ്. മഫ്ലേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, റിവേഴ്സ് ഫ്ലോ മഫ്ലർ. റിവേഴ്സ് ഫ്ലോ മഫ്ലർ, ഇൻ ദിസ് ടൈപ്പ് സ്മാൾ പൈപ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഹൗസിംഗ്. ഈ ഹൗസിങ്ങിൽ ചെറിയ പൈപ്പുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു പൈപ്പ്, വേറെ പൈപ്പ്, ഇങ്ങനെ ഓരോ പൈപ്പുകൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് ഫ്ലോ ഇൻ എ സിഗ്സാഗ് വേ. സിഗ്സാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്നതിന് പകരം സിഗ്സാഗ് ആയിട്ടാണ് എക്സോസ്റ്റ് ഗ്യാസ് മൂവ് ചെയ്യുന്നത്. ഇതിലൂടെ വന്ന് ഇത് സിഗ്സാഗ് ആയിട്ട് തിരിഞ്ഞു, പിന്നെ അവിടുന്ന് സിഗ്സാഗ് ആയിട്ട് മാറി, വീണ്ടും ഡയറക്റ്റ് ഫ്ലോ, അവിടുന്ന് വീണ്ടും സിഗ്സാഗ് ആയിട്ടാണ് പുറത്തേക്കുന്നത്. thus reducing the sound by traveling through a longer length. അപ്പോൾ നേരെ ഒരു സൗണ്ട് പോകുന്നതിന് പകരം ഇങ്ങനെ സിഗ്സാഗ് മോഷനിൽ ഈ സൗണ്ടിനെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള നോയ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സൗണ്ടിന്റെ വഴി
തെറ്റിച്ച് കൊടുത്തിട്ട്, ഇപ്പൊ നേരെ പോകുന്ന സൗണ്ടിനെ വഴി തെറ്റിച്ച് കൊടുത്തിട്ടാണ് സൗണ്ട് കുറയ്ക്കൽ. അതൊരു സൗണ്ട് റിഡക്ഷൻ മെത്തേഡാണ്. ഈ ഒരു സൗണ്ട് റിഡക്ഷൻ മെത്തേഡാണ് റിവേഴ്സ് ഫ്ലോ മഫ്ലറുകളിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമതൊരു ടൈപ്പ് സ്ട്രൈറ്റ് ത്രൂ മഫ്ലർ. സ്ട്രൈറ്റ് ത്രൂ മഫ്ലറിൽ ഇൻ ദിസ് ടൈപ്പ് എ സ്ട്രൈറ്റ് പെർഫോറേറ്റഡ് ട്യൂബ് ഈസ് പ്ലേസ്ഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദി മഫ്ലർ. അപ്പൊ ഈ മഫ്ലറിനെ ത്രൂ ഔട്ട് ആയിട്ട് ഒരു സ്ട്രൈറ്റ്, ഇവിടെ നമുക്ക് നോക്കി കാണാം, നമ്മൾ ഇവിടെ സിക്സാക്ക് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു സ്ട്രൈറ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ട്രൈറ്റ് പൈപ്പ് പെർഫറേറ്റഡ് ട്യൂബ് ആണ് ഈസ് പ്ലേസ്ഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ മഫ്ലർ. അപ്പോൾ മഫ്ലർ എവിടെ തുടങ്ങുന്നോ എവിടെ അവസാനിക്കുന്നോ അതുവരെ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ട്യൂബ് ആണ് ഈ മഫ്ലറിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ശ്രദ്ധിക്കാം, ഗ്ലാസ് വൂൾ ഓർ സ്റ്റീൽ വൂൾ ഈസ് ഫില്ലഡ് ഇൻ ബിറ്റ്വീൻ ദ പെർഫറേറ്റഡ് ട്യൂബ്. ഇപ്പോൾ ഈ പെർഫറേറ്റഡ് ട്യൂബിന്റെ wool is filled in between the perforated tube. ഈ പെർഫറേറ്റഡ് ട്യൂബിന്റെ ഇടയിലായിട്ട് ഗ്ലാസ് വൂള് അല്ലെങ്കിൽ സ്റ്റീൽ വൂള്, വൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നൂല് പോലത്തെ സംഭവങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ ഇതിന്റെ ചുറ്റും ഈ പെർഫറേറ്റഡ് ട്യൂബ്സിന്റെ ഇടയിലായിട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഫില്ല് ചെയ്തേക്കാണ്. ആൻഡ് ദ മഫ്ലർ ഹൗസിംഗ് വിത്ത് ആക്ട് ആസ് സൗണ്ട് അബ്സോർബന്റ്. മഫ്ലറിന്റെ ഹൗസിംഗ്, ഇതിന്റെ പുറത്തെ കേസ്, ഈ കേസാണ് സൗണ്ട് അബ്സോർബന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വ്യത്യസ്തമായി സിഗ്സാഗ് മോഷനിൽ സൗണ്ടിന് വിടുന്നതിന് പകരം, റിവേഴ്സ് ഫ്ലോ മഫ്ലറിൽ സിഗ്സാഗ് ഫ്ലോയിലായിരുന്നു സൗണ്ട് പോയത്, അതിന് പകരം ഇവിടെ പെർഫറേറ്റഡ് ആയിട്ടുള്ള, പെർഫറേറ്റഡ് വെച്ചാൽ കുറച്ച് ഹോൾസ് ഉണ്ട്, സ്ട്രൈറ്റ് ത്രൂ പൈപ്പാണ്. ഈ പൈപ്പിൽ ഹോൾസ് ഇട്ടുണ്ട്. ഈ ഹോൾസ് കൂടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൗണ്ട് പാസ് ചെയ്യുമ്പോൾ ഹോൾസിലൂടെ സൗണ്ട് പുറത്തേക്ക് വന്ന് ഇവിടെയുള്ള ഗ്ലാസ് വൂളിലും സ്റ്റീൽ വൂളിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഹൗസിങ്ങിൽ ചെന്ന് തട്ടി ആ സമയത്ത് അതിന്റെ സൗണ്ട് റിഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് ഈ സൗണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ പരമാവധി ഭാഗങ്ങളിലേക്ക് തട്ടിക്കുക എന്നുള്ളതാണ് ഒരു സൗണ്ട് റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു സൗണ്ട് ഡയറക്റ്റ് എത്തുന്നതിന് പകരം പല ഭാഗങ്ങളിലായിട്ട് തട്ടി വരുമ്പോൾ അതിന്റെ വേവ്സിന്റെ ലെങ്ത് കുറയും. അപ്പോൾ നമുക്ക് നോയിസ് റിഡക്ഷൻ, സൗണ്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ബാഫിൾ ടൈപ്പ്. In this type, a series of baffles are placed in the muffler which causes restriction and back pressure to the exhaust gas, thereby reducing the sound of exhaust gases. ഇവിടെ ബാഫിൾ ടൈപ്പിൽ കുറെ ബാഫിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാഫിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഓരോ പാർട്സ് ആക്കിയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫ്യൂവൽ ടാങ്കിനെ കുറിച്ച് പറഞ്ഞു. ഫ്യൂവൽ ടാങ്കിൽ ഇതേപോലെ ബാഫിൾസ് കൊടുത്തിട്ടുണ്ടാവും, എപ്പോഴും ഒരേ ലെവലിൽ വലിയ അനക്കമില്ലാതെ ഫ്യൂവലിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാഫിൾസ് ഓരോ എന്താ പറയാ, മറകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഈ മറകൾക്കിടയിലൂടെ സൗണ്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് റിഡക്ഷൻ കിട്ടും. ഇപ്പൊ ഇവിടെ നിന്ന് സൗണ്ട് വരികയാണ്, എക്സോസ്റ്റ് നോയ്സ് വന്നിട്ട് അതിന്റെ വഴി ഇവിടുന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് സിഗ്സാഗ് മോഷനിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ അതിന്റെ റൂട്ട് മാറിപ്പോകുമ്പോൾ അത്രയും നോയ്സ് അവിടെ റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെയാണ് ബാഫിൾ ടൈപ്പ് മഫ്ലർ വർക്ക് ചെയ്യുന്നത്. 3 ടൈപ്പ് മഫ്ലറുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് റിവേഴ്സ് ഫ്ലോ മഫ്ലർ, രണ്ടാമത്തെ സ്ട്രൈറ്റ് ത്രൂ മഫ്ലർ, മൂന്നാമത്തേത് ബാഫിൾ ടൈപ്പ് മഫ്ലർ. റിവേഴ്സിലാണെങ്കിൽ സിഗ്സാഗ് മോഷനിൽ മൂവ് ചെയ്തിട്ടാണ് നോയ്സ് റിഡക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ സ്ട്രൈറ്റ് ത്രൂ പൈപ്പാണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. പെർഫറേറ്റർ ആണ്, ഹോൾസിന്റെ ഉള്ളിൽ കൂടെ നോയ്സ് പുറത്തേക്ക് വന്നിട്ട് സ്റ്റീൽ വൂൾസ് അല്ലെങ്കിൽ ഗ്ലാസ് വൂൾസിൽ തട്ടി ഇത് അതിന്റെ ഹൗസിങ്ങിൽ തട്ടുമ്പോഴേക്കും അതിന്റെ സൗണ്ട് റിഡക്ഷൻ സംഭവിച്ചിട്ട് പുറത്തേക്ക് ഗ്യാസ് പോകുന്നു. ബാഫിൾ ടൈപ്പിലാണെങ്കിൽ ഒരുപാട് ബാഫിൾസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ബാഫിൾസ് കാരണം ഒരേ ദിശയിൽ നോയ്സ് സഞ്ചരിക്കാതെ പല ദിശയിലേക്ക് മാറി സഞ്ചരിക്കുന്നതുകൊണ്ട് അവിടെ നോയ്സ് റിഡക്ഷൻ നമുക്ക് സാധ്യമാക്കും. ഇതൊക്കെയാണ് മഫ്ലറിന്റെ ടൈപ്സ്. ഇനി മഫ്ലറിൽ തന്നെയുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടെക്നിക്കൽ ടേംസ്. ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ എനി റെസ്ട്രിക്ഷൻ ടു എക്സോസ്റ്റ് ഫ്ലോ ഇൻ ദ എക്സോസ്റ്റ് സിസ്റ്റം ക്രിയേറ്റ് ബാക്ക് പ്രഷർ. സ്മൂത്ത് ആയിട്ട് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് വരികയാണ് എഞ്ചിനിൽ നിന്നും. ഈ വരുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് മൂലം പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിന് എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാക്ക് പ്രഷർ. സം ബാക്ക് പ്രഷർ ക്യാൻ ബി ബെനിഫിഷ്യൽ. ചില ബാക്ക് പ്രഷർ നമുക്ക് ഉപകാരമുള്ളതുണ്ട്.
എക്സസീവ് ബാക്ക് പ്രഷർ റെഡ്യൂസസ് വോളിമെട്രിക് എഫിഷ്യൻസി. പക്ഷേ ഈ ബാക്ക് പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോളിമെട്രിക് എഫിഷ്യൻസി കുറയും ആൻഡ് റെഡ്യൂസസ് എഞ്ചിൻ എഫിഷ്യൻസി. അത് എഞ്ചിൻ എഫിഷ്യൻസി വരെ കുറയ്ക്കാൻ സാധ്യമാക്കും. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് വരുന്ന ആ ഒരു പാത്തിൽ, ആ ഒരു വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ തടസ്സം കാരണം ഒരു ബാക്ക് പ്രഷർ വരും. അതിന് പറയുന്നതാണ് ബാക്ക് പ്രഷർ. ദെൻ അതിൽ ഈ ഒരു ബാക്ക് പ്രഷർ ചില സമയത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് എടുക്കാൻ പറ്റും, അത് ഉപകാരപ്രദമായിട്ട് എടുക്കാൻ പറ്റും. ചില സമയത്ത് എക്സസീവ് ബാക്ക് പ്രഷർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോളിമെട്രിക് എഫിഷ്യൻസിയും അതേപോലെ എഞ്ചിൻ എഫിഷ്യൻസിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകും. ഇനി ബാക്ക് പ്രഷറിന്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സൗണ്ട് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ബാക്ക് പ്രഷർ മഫ്ലർ. ഇപ്പോൾ പറഞ്ഞ ബാക്ക് പ്രഷർ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ മഫ്ലർ ഉണ്ടാക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ബാക്ക് പ്രഷർ മഫ്ലർ അല്ലെങ്കിൽ വേരിയബിൾ ഫ്ലോ എക്സോസ്റ്റ്. വേരിയബിൾ ഫ്ലോ എക്സോസ്റ്റ് എന്നുള്ള പേര് തന്നെ അതിൻ്റെ വർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഫ്ലോയെ വേരിയബിൾ ആക്കി കൊടുക്കുക. എപ്പോഴും ഒരേപോലെ എക്സോസ്റ്റ് വരാതെ ഫ്ലോ വേരി ചെയ്തുകൊണ്ട് കുറച്ച് സമയത്ത് നല്ല എമൗണ്ടിൽ കൊടുക്കും, കുറച്ച് സമയത്ത് എമൗണ്ട് കുറച്ച് കൊടുക്കും. അങ്ങനെ എമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒരു വാൾവാണ്. ഇപ്പോൾ ഏതൊരു ഫ്ലൂയിഡ് ആണെങ്കിലും നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വാൾവ് കൂടുതൽ ഓപ്പൺ ചെയ്യും, കുറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാൾവ് കുറച്ച് ഓപ്പൺ ചെയ്യും. എക്സോസ്റ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു വാൾവ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് വേരിയബിൾ ഫ്ലോ എക്സോസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് പ്രഷർ മഫ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാൾവ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എൻജിൻ നോയ്സ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും, അതേപോലെ കൂട്ടാനും പറ്റും. ഇപ്പോൾ സ്പോർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ വണ്ടി ആൾട്ടർ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ ബാക്ക് പ്രഷർ വാൾവ് ഉപയോഗിച്ചിട്ട് സൗണ്ട് കൂട്ടലുണ്ട്, വണ്ടിയുടെ സൗണ്ട് കൂട്ടാൻ ഉപയോഗിക്കും. വലിയ ലക്ഷറി വെഹിക്കിൾസ് ആണെങ്കിൽ സൗണ്ട് റിഡക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇത് രണ്ട് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇതേപോലെ ബാക്ക് പ്രഷർ മഫ്ലർ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എ മൂവബിൾ വാൾവ് fitted within the exhaust system is used to change the amount of exhaust back pressure. എക്സോസ്റ്റ് ബാക്ക് പ്രഷറിന്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഒരു മൂവബിൾ വാൾവ് ഫിറ്റ് ചെയ്യും. അറ്റ് ഹയർ എൻജിൻ സ്പീഡ്സ് when the exhaust noise level are unacceptable. നല്ല എൻജിൻ സ്പീഡുള്ള സമയത്ത് നമുക്ക് എക്സോസ്റ്റ് നോയ്സ് ചിലപ്പോൾ സഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, നല്ല സൗണ്ട് ചില സമയത്ത് ഉണ്ടാകും. The valve is closed, thus reducing the bore of the exhaust. അപ്പോൾ വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് ബോർ എന്ന് പറയുന്നത് എക്സോസ്റ്റ് വരുന്ന കുഴലിന്റെ ഡയമീറ്റർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ കുറയ്ക്കുന്ന കാരണം ദിസ് എനേബിൾസ് ഗ്രേറ്റർ ബാക്ക് പ്രഷർ, അങ്ങനെ ഒരു ഗ്രേറ്റർ ബാക്ക് പ്രഷർ ഉണ്ടാക്കും. ഈ ബാക്ക് പ്രഷർ കാരണം നമുക്ക് നോയ്സ് റിഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ഓവർ ആകാൻ പാടില്ല. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വോളിമെട്രിക് എഫിഷ്യൻസിയെയും എൻജിൻ എഫിഷ്യൻസിയെയും ബാധിക്കും. ചെറിയൊരു ബാക്ക് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നോയ്സ് റിഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് പ്രഷറിനെ നമ്മളൊരു അഡ്വാൻറ്റേജ് ആക്കിയിട്ട് എടുക്കുകയാണ്, എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് കുറയ്ക്കുന്നു. ദ വാൾവ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ, ഈ വാൾവ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ന്യൂമാറ്റിക്സ് എക്സോസ്റ്റ് ഗ്യാസ് പ്രഷർ, രണ്ടാമത്തേത് ഇലക്ട്രോണിക്സ് ആയിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കമ്പ്യൂട്ടർ. അപ്പോൾ ന്യൂമാറ്റിക് വർക്ക് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി, മൈക്രോ കൺട്രോളറുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ വാൾവിന്റെ ഓപ്പണിംഗും ക്ലോസിംഗും നടക്കുന്നത്. വെൻ എ വേരിയബിൾ ഫ്ലോ എക്സോസ്റ്റ് ഈസ് ആഡഡ് ടു ദ ബാഫിൾ ആൻഡ് ചേംബർ സിസ്റ്റം, ക്വൈറ്റർ നോയ്സ് എമിഷൻസ് ആർ ദ റിസൾട്ട്. ഇപ്പോൾ ഒരു വേരിയബിൾ ഫ്ലോ എക്സോസ്റ്റ് സിസ്റ്റം ഒരു സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വെഹിക്കിൾ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സൗണ്ട് എമിഷൻസ് വെച്ച് കഴിഞ്ഞാൽ ശബ്ദ മലിനീകരണം വളരെ കുറഞ്ഞ രീതിയിൽ ഒഴിവാക്കാൻ പറ്റും. This is because the system can partially respond to changes in the engine speed and load. പക്ഷേ ഈ ഒരു സിസ്റ്റം നമ്മൾ വെഹിക്കിൾസിൽ വെക്കുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ വണ്ടിയുടെ സ്പീഡിനെയും ലോഡിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബാക്ക് പ്രഷർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ബാക്ക് പ്രഷർ ഒരിക്കലും വണ്ടിക്ക് നല്ലതല്ല. നമ്മൾ നോയ്സ് റിഡക്ഷൻ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇതേപോലുള്ള ബാക്ക് പ്രഷർ എക്സോസ്റ്റ് സിസ്റ്റം വെക്കാൻ പറ്റും.